VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് യുവനേതാവ് CPIM സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടെന്ന് ആവർത്തിച്ച് മുതിർന്ന CPIM നേതാവ് പിരപ്പങ്കോട് മുരളി. VSനെ പിറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും പുതിയ രക്ഷാകർത്താക്കളായി നിൽക്കുന്നുവെന്നും പിരപ്പങ്കോടിന്റെ വിമർശനം. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, യഥാർത്ഥത്തിലെ പിരപ്പങ്കോട് പിന്മാറാൻ തയ്യാറല്ല അല്ലേ? പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും SKN നേരത്തെ VS അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷം നടത്തിയ അനുസ്മരണത്തിലും ഇക്കാര്യങ്ങൾ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പ്രസംഗിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്റെ ജീവചരിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം VSനെ കുറിച്ചുള്ള ജീവചരിത്രം എഴുതിയിരുന്നു. VS കമ്മ്യൂണിസ്റ്റ് അവതാരം എന്ന പേരിലായിരുന്നു ഈ ജീവചരിത്രം. ഈ ജീവചരിത്ര പുസ്തകം ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. ഈ പുസ്തകത്തിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പ്രസംഗിച്ചു. ആ നേതാവിന്റെ പ്രസംഗം കേട്ട് ചില നേതാക്കൾ ഊറിയിട്ട് ചിരിച്ചു. ആ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം പരാമർശിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരു VSനെ കുറിച്ച് പറഞ്ഞ ആള് നാടും നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവ വായാടി എന്നാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമ്മേളനങ്ങൾ, അതായത് മലപ്പുറം സമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം സമ്മേളനമാകട്ടെ, അതിനുശേഷം നടന്ന ആലപ്പുഴ സമ്മേളനമാകട്ടെ, പൂർണ്ണമായി VSനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമ്മേളനങ്ങളായിരുന്നു. അതിൽ തിരുവനന്തപുരം സമ്മേളനത്തിൽ സമ്മേളന റിപ്പോർട്ടിൽ ഭൂരിഭാഗവും VSനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണെങ്കിൽ ആലപ്പുഴ സമ്മേളനത്തിലെത്തുമ്പോൾ അത് സമ്മേളന റിപ്പോർട്ടിലെ 40 പേജും VSനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമുള്ളവയാണ്. സാധാരണ VSന് മറുപടി പറയാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ അതുപോലും നിഷേധിക്കപ്പെട്ടു. ഇത്തരത്തിൽ സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് ഒടുവിൽ വിമർശനങ്ങൾ താങ്ങാൻ കഴിയാതെ VS സമ്മേളനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ എഴുതുന്നു. VSനെ സീറ്റ് നിഷേധിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതിന് പാർട്ടി വിഭാഗീയത ഏതെല്ലാം രീതിയിൽ കാരണമായിട്ടുണ്ട്. അതിനുശേഷം VS മുഖ്യമന്ത്രിയാകാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, VS മുഖ്യമന്ത്രിയായ ശേഷം VSനെ പ്രതിപക്ഷ നേതാവാക്കാതിരിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ VSന് വീണ്ടും സീറ്റ് നിഷേധിക്കാൻ ശ്രമം നടന്നു എന്നുമെല്ലാം ഈ പുസ്തകത്തിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ചില പത്രവാർത്തകൾ കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. എന്തായാലും പുസ്തകം വീണ്ടും വിവാദമാകാൻ സാധ്യതയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.